ഓക്കെ, ഭൂമിയിലെ സ്വർഗം എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടെ, ഞാനിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതീവ സുന്ദരിയായുള്ള പേര് ജോഗിനി എന്നാണ്. അതേ കഴിച്ച് ഞാനിപ്പോൾ മണാലിയിലെ ജോഗിനി വാട്ടർഫോളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 2850 അടിക്ക് മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സുന്ദരിനെ കാണാനായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും പല രാജ്യത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് പ്രയാസമാണ് ഇവരുടെ മേളിലേക്ക് കയറി ആ ഒരു വ്യൂ കാണാനായിട്ട്. കുറച്ച് പ്രയാസമാണ് കേസ്. എന്നാൽ പോലും ആ പോകുന്ന ആ ഒരു പോക്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കാണാനും ഒത്തിരി വ്യൂ പോയിൻറ്റ്സും, അതുപോലെ തന്നെ നമ്മുടെ മണാലിയുടെ ഒരു ചെറിയ റൂട്ട് മാപ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു മാപ്പ് തന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫോർ വി അഡ്വഞ്ചേഴ്സ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ജോഗിനി വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. അത് ഓപ്പോസിറ്റ് വഴിയാണ്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് ജോഗിനി വാട്ടർഫോൾസിലേക്ക് പോകുന്നത്. അതൊരു മിനി ട്രക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും വാട്ടർഫോൾസ് വരുന്നത്. സോ അതിനു മുമ്പ് ഇവിടെ വേറൊരു കാണാനായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കൂടെ ഉണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. സോ ഗൈസ്, ഈ സ്പോട്ടൊന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ, കാണാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾ തന്നെ എന്തായാലും കണ്ടു നോക്ക്. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. ഞാൻ അങ്ങോട്ട് കയറുന്ന വഴിക്ക് തന്നെ 2 ടൂറിസ്റ്റുകൾ അവിടുന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ പീസ്ഫുള്ളായിട്ട് നടക്കാനും അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാര്യമുള്ളൂ. കാര്യം നമ്മുടെ ഈ ഒഴുകുന്ന പുഴയില്ലേ, ഈ ഒഴുകുന്ന പുഴ 2ആയിട്ട് ചാല് വെട്ടി ഒഴുകുന്നതും ആ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യമാണ്. അതൊക്കെ കാണാം. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇപ്പോൾ ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് മേപ്പോട്ട് മലകളാണ്. ആ മലകളുടെ പൊക്കത്തേക്ക് വീടുകളും കാര്യങ്ങളും ഒക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. എന്തായാലും ഇവിടെ വന്ന് ഇത്രയും കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കയറി നോക്കിയിട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഇന്നലെ തപ്പി നടന്നിട്ട് കിട്ടിയില്ലായിരുന്നു. സംഭവമായിരുന്നു, ഞാൻ തപ്പി നോക്കിയിട്ട് ഈ സാധനം എനിക്ക് കിട്ടിയില്ലായിരുന്നു. സോ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പഞ്ചാബിക്കാരനത് വിൽക്കുന്നതുണ്ടായിരുന്നു. സോ ആളുടെ അടുത്ത് നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ആള് എൻ്റെ അടുത്ത് പറഞ്ഞത് 800 ആണ്. നല്ല അത്യാവശ്യം നല്ല സാധനം ഉണ്ടോ, ഒത്തിരി അങ്ങാണ് നല്ല രീതിക്ക് ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല രീതിക്ക് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് സ്റ്റാൻഡ് കൂടെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. സോ ഞാനത് ആളുടെ അടുത്ത് പറഞ്ഞു 700-നാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാനൊരു 350 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 350 ഒത്തിരി കുറവാണ് പയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു 500. ഞാൻ പറഞ്ഞില്ല പയ്യ, എൻ്റെ കയ്യിൽ 350 ഉള്ളൂ, 350-ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊരു 500-ന് വന്നിട്ട് ഗ്ലാസും ഇതും കൂടെ പറഞ്ഞു. ലാസ്റ്റ് പുള്ളിയുടെ കാല് ഞാൻ പിടിച്ചു, 450-ക്ക് ഞാൻ ഉറപ്പിച്ചു, സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ സംസാരിച്ച് ഇങ്ങോട്ട് കയറി നടന്നു. നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. ഗൈസ്, ഇവിടെ അതാ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, 2 കുതിര. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ സൈഡിൽ വന്നിട്ട് കുട്ടികൾ കുളിക്കാനാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത്ര അടുത്ത് ഞാൻ കുതിരകളെ കാണുന്ന അത് രോമങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നീറ്റ് ആൻഡ് ഷാർപ്പല്ല, എന്തായാലും
കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണിലൊരു കിടിലം പിക്കിനുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടിട്ട് ഫോട്ടോയിലിട്ട് ഇടുന്നു. നമുക്ക് വാൾപേപ്പർ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമുക്ക് പോകേണ്ടത് അങ്ങാടാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ കുതിരയുടെ ഓണറായിരിക്കും ഇത് ഈ നിൽക്കുന്നത്. ഒരു രക്ഷയില്ലടാ ഗൈസ്. കാഴ്ചകളാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ. ഗൈസ് ഇപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നമ്മുടെ സ്റ്റിക്കിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ചാഞ്ചാട്ടമുണ്ട്. ചാർജ് കുറവാണ്. നോക്കിയുള്ള ചാർജിൽ വന്നിട്ട് ജോഗിനി വാട്ടർഫോൾസിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ നമുക്ക് എടുക്കേണ്ടതാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ജോഗിനി വാട്ടർഫോൾസിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാനുണ്ട്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കുറച്ചൊരു 1 കിലോമീറ്ററോളം താഴത്തേക്ക് വണ്ടിയുണ്ട്. വണ്ടിക്ക് പോയിട്ട് നമ്മളവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ മേളിലേക്ക് നമ്മൾ ട്രക്കിങ് നടത്തും. ട്രക്കിങ് നടത്തി ടോപ്പിൽ ചെന്നിട്ടാണ് ജോഗിനി വാട്ടർഫോൾസ് കാണുന്നത്. പിന്നെ മേളിൽ സ്നോയൊക്കെ കാണുന്നുണ്ട്. പൊക്കത്തേക്ക് മാക്സിമം കയറാൻ പറ്റുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കയറുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും കയറിയിരിക്കും. അതിൻ്റെ വീഡിയോ കൂടെ എന്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. സോ ഗൈസ്, നമ്മുടെ ട്രക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ടൈം 12 മണിയായി ഗൈസ്. നമുക്ക് മാക്സിമം ഒരു 2 മണിക്കൂറിലെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. ആ സൈഡിൽ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. വലിയ കലാപമില്ല. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴുക്കുണ്ട്. നമ്മൾ അങ്ങേ അറ്റത്തുനിന്നാണ് ഇവിടം വരെ നടന്നു വന്നത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണം അറിയുന്നേ ഇല്ല. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ടിട്ടായിരിക്കാം ക്ഷീണം ഒട്ടും അറിയുന്നില്ല. ഞാൻ ഇന്നത്തെ ദിവസം ഫുൾ ഓൺ ഫുൾ പവറാണ്. ചാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു. അതിൻ്റെ അകത്ത് ഹിഡിംബി ടെമ്പിൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റാതെ ഉള്ളൂ. അത് മെയിൻ്റെനൻസ് ആയതുകൊണ്ടിട്ടാണ്. സോ എന്നാലും ഞാൻ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് ഓപ്പൺ ആവുകയാണെങ്കിൽ അതുകൂടെ കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യും. അടുത്ത ടൈം ഞാൻ എന്തായാലും വിൻ്റർ സീസൺ തന്നെ ചൂസ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഉള്ള ഒരു ഫീൽ കൂടെ അറിയണം. കാര്യം ഞാൻ ഇന്നിപ്പോൾ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ഇനി തണുത്ത് വിറച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ലെവലിലാണ് ഞാൻ നിന്നേച്ചത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അങ്ങോട്ടാണ്. എന്തായാലും അവിടെ പോകണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മഞ്ഞ് വീണ് കിടക്കുന്ന ഏതെങ്കിലും ഒരു മലനിരയിൽ കൂടെ ഒന്ന് നടക്കണം. അതും എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ഇത്രയൊക്കെ നടത്തിയെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഞാനൊന്ന് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തൊന്ന് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ട്രാവലിന് എന്നെ സഹായിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് എന്നെ ഒത്തിരി തള്ളിപ്പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അവരോട് ദേഷ്യമൊന്നുമില്ല. അവരോടൊക്കെ ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ. അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂലായിരുന്നു. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ വാശികളങ്ങനെ മനസ്സിലങ്ങനെ കിടക്കത്തില്ലായിരുന്നു. സോ അവരോടുമൊക്കെ ഒരു നന്ദി ഞാൻ പറയണിപ്പോൾ. ഒത്തിരി ഹാപ്പിയാണ് ഗൈസ്. എന്തായാലും ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വഴിയാണ് ജോഗിനി വാട്ടർഫോളിലേക്ക് പോകാനുള്ള വഴി. സൈഡിൽ ജോഗിനി വാട്ടർഫോളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ അരുവിയാണ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാത്രമുള്ള പ്രത്യേകതരം പൂക്കളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്രക്കിങ് തന്നെയാണ് മേപ്പോട്ടുള്ളത്. നമുക്ക് ആ മേളിൽ കാണുന്നതാണ് ജോഗിനി വാട്ടർഫോൾ. ആ സൈഡിൽ കൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്. എനിക്കൊരു മണ്ടത്തരം പറ്റി ഗൈസ്. നമ്മൾ താഴത്ത് തന്നെ വണ്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ വരെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടം വരെ ഓടിച്ചു വരികയായിരുന്നെങ്കിൽ അത്രയും ബുദ്ധിമുട്ടറിയില്ലായിരുന്നു. ഇതിപ്പോൾ കുത്തനെയുള്ള വഴിയായതുകൊണ്ടിട്ടേ താങ്ങാനില്ല ഗൈസ്. ഇന്നലെ നല്ല ട്രക്കിങ് തന്നെയായിരുന്നു. സോ എന്തായാലും നമുക്ക് മേളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചേ കയറിയിട്ടുള്ളൂ. എൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഈ താഴത്തുനിന്നാണ് നമുക്ക് എൻട്രൻസ് വരിക. ഇതിനാട് കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. ഇനി കയറാൻ പോകുന്ന വേ ആണെങ്കിൽ നോക്ക്,
ഇതിലങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ് കേസ്. എനിക്കറിയില്ല എന്താവുമെന്ന്. പിന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫാമിലീസൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നല്ല കിതപ്പുണ്ട്. ഇന്നലത്തെ എൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇന്നെനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അത് കയറി വന്ന അവിടെ നിന്നാണ് ഈ വഴി. അതുപോലെ തന്നെ ഇവിടെ കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് അതിലെ കൂടെ കുളിക്കാനും അതുപോലെ തന്നെ തക്കിയത് മേടിച്ചൊന്ന് ഫോട്ടോസ് എടുക്കണം. അതിലെ കൂടെ ഒക്കെ പോകാനൊക്കെ ഒത്തിരി വഴിയാണ്. കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്, ആ കാര്യത്തിലൊക്കെ ഓക്കെ. നിങ്ങൾ തന്നെ നോക്ക് എങ്ങനെ പോകണമെന്ന് ഒരു പിടുത്തമില്ല. എൻ്റെ കഥകളൊക്കെ കഴിഞ്ഞു പോയി. കുറച്ച് കയറിയപ്പോഴും ഞാൻ നിന്ന് ചത്തു എന്ന് തന്നെ പറയാം. ഒരു ബോട്ടിൽ വെള്ളം തീർന്നു, ഇനിയും പോകാനുണ്ട്. പക്ഷേ നമ്മൾ പോകും. മലയാളികളുടെ മാനം കളയരുതല്ലോ. പക്ഷേ ഒന്നും പറയാനില്ല കേട്ടോ, ഗംഭീര കാഴ്ചയാണ്, ഒരു രക്ഷയില്ല. നോക്കിയേ, ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ച. ആ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിത് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ചെറിയ ടെമ്പിളാണ്. അതുപോലെ തന്നെ താഴത്ത് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഗൈസ്, രക്ഷയില്ല. तू इधर का आदमी है? नहीं, मैं भी नेपाल। कहाँ से आया? मनाली से। ठीक है, जा रहा है ऊपर, जाएगा? अच्छा क्या गए आप? हाँ आप गए? नहीं यार, मैं ज़्यादा टायर्ड हो गई. ചെറുക്കൻ എന്നെ പുട്ടുപോലെ കയറി आराम से जाओ, मैं भी आ रहा है. അവനൊക്കെ ആ ഒരു തിളപ്പിലങ്ങ് കയറി പോവാ, രക്ഷയില്ല. ഞാൻ ഏകദേശം ആറി തീരാറായി കൈസ്, അത്രയൊക്കെ ഉള്ളു. ഇവിടെ ഉള്ളവർ ഡെയിലി കയറി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കറിയില്ല, എനിക്ക് തോന്നണേ ഇന്നലത്തെ ആ ഒരു ട്രക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ എന്തായാലും നല്ലോണം അറിയാനായിട്ടുണ്ട്. അതുകൊണ്ടിട്ടാ എൻ്റെ കാലൊന്നും അനങ്ങണില്ല. അത് ശരി, എന്തായാലും നോക്കും മേപ്പോട്ട് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി. അവനും ഓടി കയറി പോയിട്ടാ, അവനങ്ങ് മേളിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. സൈഡിൽ കൂടെ ചെറിയ വഴിയൊക്കെ ഉണ്ട്. താഴ്ത്തി ഞാൻ നോക്കിയപ്പോൾ ഗൈഡ് ഇല്ലായിരുന്നു ഗൈസ്. ഇവനാണ് നമ്മുടെ വീഡിയോ എടുത്തത്. क्या नाम है आपका? विजय। हाँ, विजय। विजय फ्रॉम कहाँ से आए हो? मनाली से. അവൻ മണാലിയിൽ അവൻ്റെ ഡാഡിയുടെ കൂടെ കസ്റ്റമറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവനാണ് നമുക്ക് വീഡിയോ എടുത്ത് വന്നത്. ഇതിലെ കൂടെ കയറി വന്നത്. ഇത് വാട്ടർഫോളാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് സൈഡിൽ കൂടെ മേപ്പോട്ട് പോകാനായിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പോകാം കേട്ടോ. അവിടുന്ന് നമ്മളിങ്ങോട്ട് പോന്നു. ഇവിടെ മാത്രം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. എന്താ, അവനും ഞാനും കമ്പനിയായിട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറണം. സംസാരിച്ച് പയ്യെ. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. മച്ചാൻ മേളിൽ പോയിട്ട് വന്നതാണ്. ആശാനോട് ചോദിച്ചത് 2 घंटे रास्ता है.
മൊത്തം 2 മണിക്കൂറിനാണ്. ഇറങ്ങുന്നവരെല്ലാവരും പാടുപെട്ടിട്ട് ഇറങ്ങിയാണ്. കാണാനായിട്ടൊരു രക്ഷയില്ല, നല്ലതെന്ന് പറയണം. ഉപ്പസ കേസ് അയച്ചേ ബോലോ. ഓക്കെ, നമുക്ക് എന്തായാലും മേളിൽ വെച്ച് കാണാം. ഗൈസ്, ഞാൻ നല്ല ക്ഷീണത്തിലാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഇവിടെ പാറപ്പുറത്തിരിക്കുകയാണ്. എൻ്റെ കൂടെ അവനും ഉണ്ട്. അവന് ഏകദേശം കിതച്ചൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്രയും കയറി. ഇനി കയറാനുള്ളത് ഇതേ ചെറുതൊക്കെ കയറി പോകണമുണ്ടാ. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. നിങ്ങളൊക്കെ കയറി പോകണം. നോക്കിക്കേ, അങ്ങനെ നടന്ന് ആ ടവർ കണ്ടാ, ആ ടവറിൻ്റെ ടോപ്പ് വരെ പോകാൻ പറ്റും. അവിടം വരെ പോകുമ്പോഴത്തേക്കും ഏകദേശം എൻ്റെ എല്ലാവിധ വിഷമങ്ങൾക്കും ഒരു തീരുമാനമാകും. സോ ഗൈസ്, ഞാൻ ചുമ്മാ അറിയല്ല, വിഷയമാണ്. നിങ്ങളെന്തായാലും വായോ. ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അങ്ങനെ റെസ്റ്റിങ്ങിലാണ്. താഴെ നിന്ന് ഇത്രയും കയറി വന്നു. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് പോകേണ്ട ടോപ്പിലേക്കാണ്. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നോക്കുക. എന്തായാലും ടോപ്പിൽ ചെന്നിട്ട് ഞാനും അവനും കൂടെ ജസ്റ്റ് ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങണം. കയറുന്നത് കൊണ്ടിട്ട് തന്നെ കാലം മൊത്തത്തിൽ അട്ടങ്കലിച്ചിരിക്കുകയാണ്. പോരാതെ ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും പരിവമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ ചെക്കനും കൂടെയാണ് കയറാൻ പോണത്. എനിക്കിവിടെ വന്നിട്ട് ഇപ്പോൾ കിട്ടിയ കമ്പനിയാണ്. എന്തായാലും കൊള്ളാം, നല്ല പവറായി. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് എൻ്റെ കൂടെ വന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് എൻ്റെ കൂടെ പറഞ്ഞ് പയ്യ ഫ്രണ്ടേ പോകും, ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ നിൽക്കണ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യണതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊരിക്കലും നമ്മൾ കാണിക്കാതിരിക്കില്ല. ഓക്കെ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഗോപ്രോയും മേടിച്ച് അതും നോക്കി റെക്കോർഡും ചെയ്ത് അവൻ കയറി വേപ്പോട്ട്. ഞാൻ അവൻ്റെ പുറകെ ഉണ്ട്. ഞങ്ങളെന്തായാലും എന്തായാലും അവിടെ വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് സ്പോട്ടുണ്ട്. അവിടെ നിന്ന് എന്തായാലും വെള്ളം കുടിക്കണം. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല ഹെവി ട്രക്കിംഗ് ആണ്. വിഷയമാണ് കേസ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയില്ല. 4 സൈഡിൽ നിന്നും വരാം. അതൊരു സ്പോട്ടാണ്. അവിടുന്ന് വരാം, അതുപോലെ ഈ സൈഡിൽ നിന്ന് വരാം, ആ സൈഡിൽ നിന്ന് വരാം. അത് കണ്ട വഴിയുണ്ടോ? അത് ആ മല കയറി ഇറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് മേപ്പോട്ട് കയറി വരാം. ആ സൈഡിൽ കൂടെ വരാം. ഹാ, बड़े वाले हाँ वाटरफॉल वहाँ पे भी है. इधर जाके देखेगा. हाँ बड़ा वाला है. आप उधर से आया ना? उधर से कैसा है? अच्छा है ट्रकिंग? अच्छा, ഇവൻ വന്നിരിക്കുന്ന ആ സൈഡിൽ നിന്നാണ് വന്നേക്കണത്. എന്നാലും നമുക്ക് കയറാം. ഓക്കെ, ആണ്ടെ ഇവിടെയൊക്കെ മരമൊക്കെ മറിഞ്ഞ് കാണിട്ടുണ്ട് കേട്ടോ. വിഷയമാണ്. എന്തായാലും നോക്കി കയറി പോവാം. നമ്മളങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല കിടിലൻ സ്പോട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഫോട്ടോസ് എടുക്കുന്നതിലും കൂടുതൽ ഇവിടെ വരുന്നവരുടെ ഫോട്ടോസ് എടുക്കാനായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യം. ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ നമുക്ക് ചാനലിൽ, ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്നിവിടെ പറയുന്നുണ്ട്. അത് ഈ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. അതെ, ആ വരുന്ന മച്ചാൻ അവൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആശാൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നാം ക്യാ ആയ വഞ്ചാരിയ MP से സോറി, അവൻ MP എന്ന് പറയുകയാണ്. അവൻ ഇതിനു മുമ്പ് കേരളത്തിലൊരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആശാനും ആശാൻ്റെ ഗ്രൂപ്പും കൂടെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. എല്ലാവരും ഹാപ്പിയാണ്. നമ്മളെടുത്തിരിക്കുന്ന ഫോട്ടോ അമ്മാതിരി വിഷയം ഫോട്ടോ എടുത്തേ. നമ്മൾ കയറി ഇതെവിടെ എത്തിയെന്നറിയാം ഗൈസ്. നമ്മളിതാ
നിങ്ങളിനി കണ്ടോ. ഇനിയുള്ള കാഴ്ച നിങ്ങൾക്കാണ് ഗൈസ്. ഇതേ ഒഴുകി വരുന്ന വാട്ടർഫോളാണ്. എപ്പിടി ഇருக்கு റെഡ്മി 13 Pro 5G ഗൈസ്. നമ്മൾ അതാ കാണുന്നുണ്ടോ, വിഷയമാണ്. ഇത്ര അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്താണ്, ഞാനൊരുത്തനെ കാണിച്ചു തന്നില്ലേ, അവൻ്റെ കൂടെ വന്നതാണ്. ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. സോ അതെ, ഒരാൾ അവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഈ കാണുന്ന ചോദ്രി വാട്ടർഫോളിൻ്റെ അവിടെ അത് കണ്ട, ഈ സൈഡിൽ കൂടെ കയറി നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അവിടെ കുറേ പൂവൊക്കെ നിൽപ്പുണ്ട്. നമ്മളെന്തായാലും ഇതിനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിന്ന് ഇവിടെ തകർക്കും. ഓക്കെ, എൻ്റെ കൂടെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ച് കമ്പനിക്കാർ കൂടെ പിള്ളേരുണ്ട്. अच्छा जी, ज़्यादा मुश्किल है उधर से आने के लिए बोल. लड़की लोग इतना ज़्यादा दूर में. हाँ മലയാളിയാണ്. എന്ത് പൊന്നാര കൽവേ ചാടൂല ഇത്രയും ദൂരെ, അതാണ് പറയണത്. आप लोग यहाँ से आओ. കൊച്ചി വേണ്ട, ഞാൻ हाँ जी भैया जी, डालेगा ना, रुको रुको रुको. കേസ് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, നമ്മൾ അവിടെ വാട്ടർഫോൾസിന് അവിടുന്ന് ഇപ്പുറം ചാടി. ഞാനും അവന്മാർ ചാടി. അവന്മാരുടെ അത് രണ്ടുപേരും വന്നില്ല. അവിടെ പയ്യൻ പവറാണ്, അവനിങ്ങനെ കയറി പോകുന്നു. ഇവിടുത്തെ കാഴ്ച ഉണ്ടോ ഭയ്യാ, ദേക്കേ ജ്യാദാ സ്ലിപ്പർ ചെയ്യേ. അപ്പോൾ കേസ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അവനെൻ്റെ ഷൂവൊക്കെ നനച്ച് നല്ല കിട്ടിലും തണുത്ത വെള്ളം കേട്ടോ. ഷൂവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആകെ അടങ്ങിയറായി. നമ്മൾ വന്ന വഴി തന്നെ നേരെ താഴത്തേക്ക് ഇറങ്ങി. ഞാൻ ഉടലോടെ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നൊരവസ്ഥയിലാണിപ്പോൾ. നമ്മൾ അതിലെ കൂടെ വന്നിട്ട് അവിടുന്ന് ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. ഈ കാണുന്നത് ഒരു ടെമ്പിളാണ്. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, പക്ഷേ നോക്കിനി അതിലേക്ക് കയറിയിട്ട് അത് കണ്ടോ, അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടോ. അതിലെ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ഇച്ചിരി അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വൈൻഡപ്പ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിത് പൊടി കയറും. വീണ്ടും കയറ്റം. അവിടെ ചെന്നിട്ട് ഞാൻ മിക്കവാറും മയ്യത്താം. ഇതെന്താണ് catch you out. गूगल पे है जी. अरे मेरा हमको जाके ऊपर जाके फ़ोटो खींच के नीचे आके करेगा, क्यों ना, तो मेरे पास पैसा नहीं है, गूगल पे से. ठीक है. അവന് വിശക്കണ്ടെന്ന് പറയുന്നുണ്ട് പാവം. എൻ്റെ കൂടെ നടന്ന് അവന് കഴിക്കാനുള്ളതും കൂടെ മേടിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയിലാണ് കേസ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇപ്പോൾ ടൈം എത്രയായി, നമ്മൾ 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞതാണ്. 12 മണിയായപ്പോൾ നമ്മൾ മേപ്പോട്ട് കയറാൻ തുടങ്ങി. മണി 3 ഇന്നിനിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ പോവുക. ഈ ഷൂ ഒന്ന് അഴിച്ചു നോക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും
ഏതെങ്കിലും ഒരു ക്ലബ്ബ് തപ്പി ഇറങ്ങുന്നു. ഓക്കെ, ആ കാണുന്നതാണ് സ്പോട്ട് ഗൈസ്. അതൊക്കെ എന്തായാലും അവിടുന്ന് 2-3 ഫോട്ടോസ് എടുക്കണം, അത്രേ ഉള്ളൂ. മേളിലേക്ക് കയറാനുള്ള പാങ്ങ് എനിക്കില്ല. ടോപ്പിലേക്ക് വന്നിട്ട് 2-3 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. ഓക്കെ.